യെസ്. അപ്പൊ ഒന്ന് നമുക്ക് ഫാത്തിമ ബീബിനെ കുറിച്ച് പാട്ട് പാടാം. സൗണ്ട് എന്താണെന്ന് അറിയാം. അഷ്റഫുൽ-അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റാ ഇമ്പപ്പൂവഴകായി മക്കാമരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിയാണ്. അഷ്റഫുൽ-അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റാ ഇമ്പപ്പൂവഴകായി മക്കാമരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിയാണ്. അപ്പൊ ഹലോ ഗൈസ്, ഇന്നത്ര ക്ഷീണടാ, പനിച്ചിട്ടേ സുഖം കിട്ടില്ല. ഇന്ന് നമ്മുടെ ജലീലിന് നല്ല പനിയാട്ടാ. നോമ്പ് തുറന്നിട്ട് ഒരു ഗുളിക അടിച്ചിട്ട് കിടത്തം ഒരു 2 മണിക്കൂർ എന്റെ തല പൊന്തിക്കണം. ആശാനോട് ഞാൻ പറഞ്ഞാട്ടാ ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം, പോയിട്ട് കിടന്നു എന്നുള്ളത്. പക്ഷെ ആശാനെ നമുക്കൊരു റാത്തല്ലേ, എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കുക. അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്താ വെച്ചാല് ചെരങ്ങല്ലടാ, അത് ചെരങ്ങ താളിച്ചതും മീൻ പൊരിച്ചതും. മീൻ പൊരിച്ചത് അങ്ങനെ പറഞ്ഞ അത് കുറച്ച് പറയാൻ പറ്റില്ല. നല്ല അയക്കുക, നല്ല സ്ലൈസ് ആക്കി കട്ട് ചെയ്തിട്ട് പച്ച മസാലയില്. അപ്പൊ മാഷാ അല്ലാഹ് നമ്മളെ മെസ്സൊക്കെ അങ്ങനെയാണ്, നല്ല ഫുഡ് കഴിക്കുക, നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക. ഒരു 10 ആൾക്കാരുണ്ട്, അപ്പൊ എല്ലാരും പാടെ ഒരുമിച്ച് കഴിക്കുക. അത് വലിയൊരു റാത്താണ്, അതൊരു ബർക്കത്താണ്. അതെ, ഹോട്ടലിൽ നിന്ന് എത്ര കഴിച്ചാലും അത് കിട്ടൂല. ചെലവ് കുറയുന്നത് മാത്രമല്ല കേട്ടോ, ചെലവ് കുറയുന്നത് നമ്മൾ ഒരു ഭാഗത്ത് നോക്കിയാൽ ചെലവ് കുറയും. പക്ഷെ അതിനുപരി നമ്മൾ എല്ലാവരും പാടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ നമ്മളെ നാട്ടുവർത്താനം, പെരീത്ത് വർത്താനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയും. അങ്ങനെയാണ് ഈ പ്രവാസ ജീവിതത്തിന്റെ ഒരു ലൈന് പോകുന്നത്. അതിനപ്പുറം നമ്മളെ എന്താ പറയാ എല്ലാവരുടെ കാര്യങ്ങളും, എല്ലാവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ തമ്മിൽ സംസാരിക്കും. അതിനൊരു സ്പേസ് ഉണ്ടാവും, പരസ്പരം അറിയും. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന സൗഹാർദ്ദങ്ങളൊക്കെ അതിനൊരു വില മതിക്കുന്നതാണ്. കാരണം ഒരു 2 വർഷത്തിൽ 2 മാസമാണ് നമുക്ക് നാട്ടിൽ പോകുന്നത്. നമ്മള് നാട്ടിലിപ്പോൾ നമുക്ക് കിട്ടുന്ന സൗഹൃദത്തിലേറെ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഒരു റൂമിൽ ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് ഒരു പാത്രത്തിലുണ്ടൊരു പായിൽ കിടക്കാറുള്ള ഒരു സിസ്റ്റം. അത് അതെ, ജന്മം കൊണ്ട് കൂടപ്പിറപ്പുകൾ അല്ലെങ്കിലും കർമ്മം കൊണ്ട് ശരിക്കും കൂടപ്പിറപ്പുകളാണ്. അത് ഭയങ്കര ഒരു ഫീലാണ്. അത് പ്രവാസികൾക്ക് മാത്രം കിട്ടുന്ന ഒരു എന്താ പറയാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ വൈഫ് അടക്കം ഒരുപാട്, നിന്റെ വൈഫൊക്കെ ഉണ്ടാവട്ടാ, ഭാര്യമാരെല്ലാവരും കൂടിയിട്ട് മത്സരിച്ചുകൊണ്ട് അലിയാർ തങ്ങള് ഫാത്തിമ ബീവിനോട് ഇങ്ങനെയായിരുന്നു പെരുമാറിയിട്ടുള്ളത്, ഇത്രയും സ്നേഹമായിരുന്നു, ഇത്രയും ലാളിച്ച് മടിയിലിരുത്തി ഭക്ഷണം വാരിക്കൊടുത്ത് എന്ന് വരെയുള്ള ഒരുപാട് നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ടാവും. എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിനക്കോ? അതൊക്കെ ഉണ്ട് ഇല്ലേ? ഭാര്യമാരോട് തിരിച്ചും ഫാത്തിമ ബീവി അങ്ങനെ തന്നെയായിരുന്നു അലിയാരോട് നിന്നത്. അത് മനസ്സിലാക്കണം. അങ്ങനെ 2 കൈയൊട്ടുമ്പോഴാണ് സൗണ്ട് ഉള്ളത്. അല്ല, ഇത് എന്താ പറയാ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂടാ. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനല്ല, അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതെ, കൊടുക്കല് വാങ്ങലെന്നില്ലേ, ഭയങ്കര കൊടുത്താലേ കിട്ടൂ. അത് വേറെ സത്യമാണ്. എന്തും കൊടുത്താലേ കിട്ടൂ. തല്ല് കൊടുത്താലേ തിരിച്ചു കിട്ടൂ, അല്ലേ? അപ്പൊ പരമാവധി തല്ലാതെ തല്ല് വാങ്ങാതെ